എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് രാജേഷ് വി ആർ. ഏവർക്കും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ചെറിയ നിയമം നിങ്ങളുമായി സംവദിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഏറ്റവും പ്രധാനം വഴിത്തർക്കങ്ങൾ. ഈ വഴിത്തർക്കങ്ങൾ കോടതിയിലെത്തി വർഷങ്ങളോളം നീണ്ട വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നത് കാണാറുണ്ട്. വഴിത്തർക്കത്തെക്കുറിച്ചുള്ള കേസിന് പോകുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രാരംഭമായ ചില കാര്യങ്ങൾ ഇതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചില അനാവശ്യ കേസുകൾ, അതായത് വിജയിക്കാൻ സാധ്യതയില്ലാത്ത കേസുകളാണെങ്കിൽ അത്തരത്തിലെ കേസുകളിലേക്ക് നിങ്ങൾക്ക് പോവാതിരിക്കാം. വർഷങ്ങളോളം കേസ് നടത്തിയാലും കേസ് ജയിക്കില്ലാത്ത ഒരു പൊസിഷനിലാണ് ആ കേസെങ്കിൽ അങ്ങനെ ഒരു കേസിന് കോടതിയിൽ എത്താതിരിക്കുകയാണ് നല്ലത്. അതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ അറിവാണ് ഞാനിപ്പോൾ പകർന്നു തരാൻ ശ്രമിക്കുന്നത്. ഈ വഴി കേസ് കൊടുക്കുമ്പോൾ പ്രധാനമായും ഒരു ഈസ്മെന്റ് റൈറ്റ് എന്ന് പറയുന്ന വഴിത്തർക്ക കേസുകൾ വരുമ്പോൾ മറ്റൊരാളുടെ സ്ഥലത്തു കൂടി പണം നൽകാതെ തന്നെ അവകാശ രൂപേണ ഉപയോഗിച്ച് നമ്മൾ ആ വഴി അവകാശം നേടിയെടുക്കുവാനാണ് ഈ കേസ് കൊടുക്കുന്നത്. അതായത് കോടതിയിൽ എത്തുമ്പോൾ തന്നെ നമുക്കൊരു വഴി അവകാശം അവിടെ ഉണ്ട്. അത് കോടതി വഴി, അതായത് ഈ എതിർ കക്ഷി നമ്മുടെ വഴി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതി വഴി ആ വഴി അവകാശം സ്ഥാപിച്ചു കിട്ടണം. ഇതിനാണ് എല്ലാവരും വഴി കേസുമായി കോടതിയിലെത്തുന്നത്. പക്ഷേ ഈസ്മെന്റ് റൈറ്റിൽ അങ്ങനെ ഒരു അവകാശം ലഭിക്കണമെങ്കിൽ പ്രാഥമികമായി ആദ്യം വേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സ്ഥലത്തുനിന്ന് മറ്റൊരാളുടെ സ്ഥലത്ത് പ്രവേശിച്ച് റോഡിലേക്ക് പോകുവാനും തിരിച്ചു വരുവാനുമാണ് നിങ്ങൾക്ക് വഴി അവകാശം വേണ്ടതെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ നിങ്ങളുടെ സ്ഥലവും ഈ വഴി അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന എതിർകക്ഷിയുടെ സ്ഥലവും എന്നെങ്കിലും ഒരു വ്യക്തിയുടെ ഒറ്റ പ്രോപ്പർട്ടി ആയിരുന്നിരിക്കണം. അതിന് കോമൺ ടെനൻമെന്റ് എന്ന് പറയും. അങ്ങനെ ഈ രണ്ട് പ്രോപ്പർട്ടിയും ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ ആയിരുന്നു, ആ ഉടമസ്ഥതയിൽ ആയിരുന്നുവെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു വഴി അവകാശം ഉന്നയിക്കുവാൻ നമുക്ക് അവകാശമുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വലിയ കുടുംബം അതിലെ പറമ്പുകൾ ഭാഗം വയ്ക്കുമ്പോൾ ചില താവഴികൾക്ക് ഫ്രണ്ടിൽ കിട്ടും, ചിലർക്ക് പുറകിൽ കിട്ടും. അപ്പോൾ ഈ ഫ്രണ്ടിലുള്ള വസ്തുവിലൂടെ റോഡിലേക്ക് പ്രവേശിക്കുവാനുള്ള അവകാശം ഈ താവഴി വന്ന ഉടമസ്ഥർക്കുണ്ട്, പുറകിലുള്ള വസ്തു ഉടമസ്ഥർക്കുണ്ട്. പക്ഷേ വേറെ ഏതെങ്കിലും കുടുംബത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയിൽ നിന്നും അതുമായി ഒരു ബന്ധമില്ലാത്ത ഒരു കുടുംബത്തിന്റെ പ്രോപ്പർട്ടിയിൽ കൂടി വഴി അവകാശം ഉന്നയിക്കാൻ കോമൺ ടെനൻമെന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നിയമ തടസ്സമുണ്ട്. അത് മാത്രമല്ല, ഇനി അഥവാ വഴിയവകാശം നമുക്കുണ്ടെന്നിരിക്കട്ടെ, ഇത് ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെട്ട് 2 വർഷത്തിനുള്ളിലെങ്കിലും നമ്മൾ കോടതിയെ സമീപിക്കണം. അതല്ലെങ്കിൽ ആ അവകാശം താനേ നഷ്ടപ്പെട്ടു പോകും. ഇത്തരത്തിലുള്ള പ്രാഥമികമായ അറിവുകൾ ഉണ്ടെങ്കിൽ ഒരു വഴി അവകാശം അല്ലെങ്കിൽ വഴിത്തർക്കം ഉണ്ടാകുമ്പോൾ കേസിന് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഒരു സാധാരണ മനുഷ്യന് സാധിക്കും. അങ്ങനെ തന്നെ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആ വഴി അവകാശം നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രാഥമികമായ അറിവ് നമുക്ക് ലഭിക്കും. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അറിവുകൾ പങ്കുവെക്കുകയാണ് ഈ വീഡിയോകൾ കൊണ്ടുള്ള എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു ചെറിയ നിയമ വിശകലനവുമായി വീണ്ടും കാണാം. അതുവരെ വണക്കം.